വാസുദേവായ. ദശകം 9 ശ്ലോക 10. തവ ഏവ കൃപയാ പുനഃ സരസിജേന തേന ഏവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തദാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വം ആശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈഃ ഈക്ഷിതൈഃ. നമ്മൾ ഈ 9-ാമത്തെ ശ്ലോകത്തിൽ ദശകത്തിൽ ആ ബ്രഹ്മാവിൻ്റെ തപസ്സിനെ കുറിച്ചും ലോകസൃഷ്ടിയെ കുറിച്ചുമാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ ഭഗവാന്റെ പ്രേരണ മൂലം ആ ബ്രഹ്മാവ് വീണ്ടും ഏകാഗ്രമായി തപസ് അനുഷ്ഠിക്കുകയും അങ്ങനെ ബലശക്തിയാൽ പ്രഭാവിതനായി വായുവിനെയും ജലത്തെയും വിഴുങ്ങുകയും ചെയ്തു. തവ ഭഗവാന്റെ ഏവ ഇപ്രകാരം കൃപയാ കാരുണ്യത്താൽ പുനഃ പിന്നീട് സരസിജേന നാഭികമലം കൊണ്ട് തേന ആ ഏവ എല്ലാം സഹ ബ്രഹ്മാവ് പ്രകൽപ്യ വിദഗ്ധമായി നിർമ്മിച്ചു ഭുവനത്രയും 3 ലോകത്തെയും ഭൂലോകം ഭുവർലോകം സ്വർഗലോകം പ്രവവൃതേ പ്രവർത്തിച്ച പ്രജാനിർമ്മിതൗ ജനങ്ങളെ സൃഷ്ടിക്കുന്നു. തഥാ ബ്രഹ്മാവിനോട് വിധ കാണിച്ച് കൃപാഭരോ കാരുണ്യം നിറഞ്ഞ ഗുരുമരുത് ഗുരുവായൂരിലെ പുരാധീശ്വര ഈശ്വരനാകുന്ന ഭഗവാനെ ത്വം ആ വലിയ ഭഗവാന്റെ ആശു പെട്ടെന്ന് പരിപാഹി കാത്തുകൊള്ളേണം മാം എന്നെയും ഗുരുദയോക്ഷിതൈഹി മഹാകാരുണ്യം ഈക്ഷിതൈഹി കടാക്ഷം കൊണ്ട്. അങ്ങനെ ആ ഭഗവാന്റെ കൃപയാൽ ബ്രഹ്മാവ് ജലത്തെയും വായുവിനെയും വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കാരുണ്യത്താൽ ബ്രഹ്മാവിന് ആ പിന്നീട് വിദഗ്ധമായി എല്ലാ സൃഷ്ടികളിലും ഏർപ്പെടുവാൻ സാധിച്ചു. അങ്ങനെ ആ നാഭി കമലത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവ് 3 ലോകത്തെയും ഭൂലോകം ഭുവർലോകം സ്വർഗലോകം എന്നിങ്ങനെ 3 ലോകത്തെയും സൃഷ്ടിക്കുകയും അതിനുശേഷം അതിൽ ജനങ്ങളെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ആ ഒരു സന്തുഷ്ടമായ സൃഷ്ടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ ബ്രഹ്മാവിനോട് കാരുണ്യം നിറഞ്ഞ ആ ഗുരുവായൂരപ്പൻ കാണിച്ച ആ ഒരു കരുണ എന്നിലും പെട്ടെന്ന് കാണിക്കണേ, എന്നെയും കാത്തുകൊള്ളണമേ എന്നാണ് ഭട്ടതിരി ആ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത് ഈ ശ്ലോകത്തിൽ. തവൈവ കൃപയാ പുനഃസരസിജേന തേനൈവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തദാവിധ കൃപാപരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ. ശ്രീഹരേ നമഃ ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.